എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ വിഷു പ്രമാണിച്ചിട്ട് നമ്മുടെ കടയിലുണ്ടായ കച്ചവടവും മീനും ചെമ്മീനും ഞണ്ടൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ഉണ്ട് ഇന്നത്തെ. എന്താണെന്ന് അറിയില്ല, ഇന്നലത്തെയും കഴിഞ്ഞ ആഴ്ചയിലത്തെ കച്ചവടമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീനാണ്. അത് ഈ കാണുന്ന പോലെ വെറും 80 രൂപയുടെ ഈ കാണുന്ന തെള്ളിച്ചെമ്മീൻ മുതൽ 400 പിന്നെ 650 രൂപയുടെ വരെ വലിപ്പമുള്ള നല്ല ടൈഗർ പോൺസ് വരെ നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിരാവിലെ പഴയ പോലെ ആയിരുന്നില്ല. എന്ന് വെച്ചാൽ വിഷുവിൻ്റെ അന്നൊക്കെ നമുക്ക് മുൻപെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടത്തിൽ കുറവായിരിക്കും. പക്ഷെ നേരെ വിപരീതമായിട്ട് ഇന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാരാണ്, കസ്റ്റമേഴ്സാണ് നമ്മുടെ കടയിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാളികളുടെ ഇങ്ങനെ ചേഞ്ച്, അതായത് ഓരോരോ ജീവിതശൈലിയിൽ ചേഞ്ച് വരുന്നുണ്ടാവില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ വിഷു ദിനത്തിൽ ഉച്ചയ്ക്ക് സദ്യ പോലെ അങ്ങനെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞ് ഉച്ചയ്ക്ക് എന്തായാലും മീനില്ലാണ്ട് നമുക്ക് പറ്റില്ല, മീൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സദ്യ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മീനും ചിക്കനും ഇറച്ചിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സദ്യയാണ് ഇപ്പോൾ ഭൂരിഭാഗം വരും. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് കാളാഞ്ചി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ കാളാഞ്ചികൾ വീണ്ടും വേണ്ടി വന്നിട്ട് നോക്കി നമ്മുടെ പാഞ്ചുവാമിൻ്റെ കയ്യിലുള്ള നല്ല ജീവനുള്ള പെട്ടക്കിന കാളാഞ്ചികളാണ്. അപ്പോൾ അതേ പാഞ്ചുവാമി പെറുക്കി ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പറമ്പിലുള്ള ടോമിസ് ഫിഷറിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ വിഷുക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ കടയിൽ ഈ കാണുന്ന പോലത്തെ തെള്ളിച്ചെമ്മീൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി വലിപ്പമുള്ള ചെമ്മീനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 200 രൂപയുടെ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ പല വെറൈറ്റി കെട്ട് പിടിച്ച് ചെമ്മീൻ കെട്ടൊക്കെ പിടിക്കുന്ന സമയമുള്ള, അപ്പോൾ അങ്ങനത്തെ കെട്ടുകളിലും മീനൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോലത്തെ കണമ്പും കരിമീനൊക്കെ. പിന്നെ കേര ഉണ്ടായിരുന്നു കേട്ടോ, കേര ഉണ്ടായിരുന്നു, കക്കിറച്ചി ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോലത്തെ നല്ല ഒന്നാന്തരം നാരഞ്ചെമ്മീൻ കേട്ടോ, നമ്മുടെ നാടൻ ചെമ്മീനാണ്. പിന്നെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായ നമ്മളിന്ന് വിറ്റുവിലാന്ന് പറഞ്ഞൊരു കിലോയ്ക്ക് 200 രൂപയ്ക്കായിരുന്നുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ ഈ കരിമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിമീൻ വിറ്റുവില വലിപ്പമുള്ളതിന് 600 രൂപയ്ക്കും മീഡിയം സൈസ് 400, 440 അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ കരിമീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ള കരിമീൻ മാത്രമേ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബൾക്കായിട്ടൊന്നും നമ്മുടെ കടയിൽ കരിമീൻ്റെ അവൈലബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് നമ്മളുടെ വലിയ പറമ്പിലുള്ള കട മാത്രമേ ഉണ്ടായിരുന്നു. വലിയ പറമ്പിലും കൃഷ്ണകോട്ടയിലെ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നമനടയിലെ കട നമ്മളൊന്ന് ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നിട്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണകോട്ടയിലെ കട വർഷത്തിൽ 365 ദിവസം നമ്മൾ തുറക്കുന്നത് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് വിശേഷപ്പെട്ട ദിവസമായാലും നമ്മുടെ കട തുറക്കോട്ടാ കൃഷ്ണകോട്ടയിലെ കട. അപ്പോൾ ഇന്ന് നന്നാക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീതമ്മ ചേച്ചിയും അംബിക ചേച്ചിയും ചാക്കോച്ചേട്ടനും സ്പെഷ്യലായിട്ട് നമ്മൾ വിൽശാൻറ്റിനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിലോട്ട് നന്നാക്കാനായിട്ടില്ല. വിൽശാൻറ്റിനെ നമ്മുടെ കടയിൽ തന്നെ ഉള്ളതാണ്. അന്നമനടയിലെ ഷോപ്പിലാണ് ഇപ്പോൾ വിൽശാൻറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അന്നമനടയിലെ കട ലീവായതുകൊണ്ട് അവിടെ ഓപ്പണാക്കാത്തതുകൊണ്ട് വിൽശാൻറ്റി നമ്മുടെ കൃഷ്ണകോട്ടയിലെ കടയിൽ വന്നിട്ട് നമ്മളെ വെട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിൽശാൻറ്റി വെട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരയുണ്ട്, നല്ല ഒന്നാന്തരം കേരയാണ്. അപ്പോൾ ഈ ഒരു കേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കേര 2 തരത്തിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കറിക്കും കട്ട് ചെയ്യുന്നുണ്ട്, ബിരിയാണി പീസായിട്ടും കട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ ആ ഒരു വലിപ്പമുള്ള പീസ് എന്ന് പറഞ്ഞാൽ ബിരിയാണി വെക്കാനായിട്ട് കണക്കാക്കിയിട്ട് വെട്ടിയേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വിൽശാൻറ്റിയാണ് ആ മീനൊക്കെ വെട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കല്ലുമ്മക്കായ ഉണ്ട്. അപ്പോൾ കല്ലുമ്മക്കായ നമ്മൾ വിറ്റ് നേരത്തെ പറഞ്ഞ പോലെ 200 രൂപയ്ക്കായിരുന്നു. പിന്നെ അതെ ഈ കാണുന്ന സൈസുള്ള ടൈഗർ പ്രോൺസ് നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നു പറഞ്ഞാൽ കിലോയ്ക്ക് 650 രൂപയ്ക്കാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ക്വാണ്ടിറ്റിയിൽ ഇന്ന് ടൈഗർ പ്രോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ ടൈഗർ പ്രോൺസ്. പിന്നെ ചെമ്മീനാണ് ഇന്നും പതിവ് പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ വിൽപ്പന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാളാഞ്ചി തന്നെ ആയിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് കാളാഞ്ചി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ, 1.5 കിലോ, 2 കിലോ താഴെ വരുന്ന ടൈപ്പ് കാളാഞ്ചി ആയിരുന്നു. അപ്പോൾ കാളാഞ്ചി നമ്മൾ 620 രൂപയ്ക്കായിരുന്നു നമ്മൾ വിറ്റുണ്ടായിരുന്നു. അതേപോലെ തന്നെ പല വെറൈറ്റി ചെറുവക മീനൊക്കെ നമുക്ക് കടയിലുണ്ടായിരുന്നു. ഈ കാണുന്ന പോലെ കൂരിയൊക്കെ ഉണ്ടായിരുന്നു. കൂരി പിന്നെ ഞണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഞണ്ട് ഇത്തിരി കുറവായിരുന്നെങ്കിലും പിന്നീട് നേരം വെളുത്തതിന് ശേഷം ഞണ്ട് പിടുത്തക്കാർ കുറേ പേര് ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞണ്ടൊക്കെ അത്യാവശ്യക്കാർക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തവർക്കൊക്കെ നമുക്ക് ഞണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 200 രൂപയുടെ 300 രൂപയുടെ പിന്നെ 500ൻ്റെ അങ്ങനെ ഞണ്ട് ആ ഒരു വില നിലവാരമായിരുന്നു ഞണ്ടിൻ്റെ ഇന്നത്തേത്. അപ്പോൾ കാളാഞ്ചി നമുക്കിന്ന് വലിപ്പമുള്ളത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇഷ്ടംപോലെ വലിയ കാളാഞ്ചിയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വലിയ കാളാഞ്ചി കിട്ടൽ കുറവാണ്. ഈ കാണുന്ന പോലെ 1 കിലോ 100, 200 സൈസുള്ള കാളാഞ്ചിയായിരുന്നു നമുക്ക് ഇന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇത്രയും സൈസുള്ള കാളാഞ്ചികളിൽ നമ്മുടെ കടയിൽ അവൈലബിൾ ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ട വിധത്തിൽ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടുകാർ ഇപ്പോൾ ചെറിയ കുടുംബമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് ധാരാളമായിരിക്കും.
പിന്നെ എന്ന് പറയുന്നത് ഈ കാണുന്ന സൈസുള്ള ചെമ്മീൻ നമ്മൾ ചൂടൻ ചെമ്മീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 200 രൂപയ്ക്കാണ് ഈ കാണുന്ന സൈസ് ചൂടൻ ചെമ്മീൻ നമ്മളിന്ന് വിറ്റിട്ടുണ്ടായിരുന്നു. കൂടുതലും അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അതേ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമീനാണെന്ന്, അത് കഴിഞ്ഞിട്ട് കരിമീനും പിലോപ്പിയുമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ടായിരുന്ന മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പിലോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലഷ് ഉള്ളതുകൊണ്ട് തന്നെ വിലയും കുറവാണ്. നമ്മളൊന്ന് വലിയ പിലോപ്പി നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നത് 180 രൂപയ്ക്കാണ്. അപ്പോൾ ഇഷ്ടംപോലെ പേരാണ് പിലോപ്പി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നുണ്ട്. അപ്പോൾ പൊള്ളിക്കാനായാലും വറക്കാനായാലും കറിക്കൊക്കെയാണ് ഞാൻ കുറച്ചുകൂടി സജസ്റ്റ് ചെയ്യുന്നത്. വറക്കാനും പൊള്ളിക്കാനും ആയിരിക്കും പിലോപ്പി സജസ്റ്റ് ചെയ്യുന്നത്. അതിരാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് നമ്മളെ ഞണ്ട് ഉണ്ടോ ചേട്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരോടും നമുക്കില്ല എന്ന് പറയേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഞണ്ട് ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. പക്ഷേ കുറച്ചുകൂടി നേരം വെളുത്തതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടം പോലെ ഞണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കണ്ടതെന്ന് പറഞ്ഞാൽ ഞണ്ട് ഒരു ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. രാത്രി പിടിച്ച ഞണ്ടൊക്കെ നമുക്ക് രാവിലെ കൊണ്ടുവന്ന് തന്ന കാഴ്ചയുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് 200 രൂപയുടെ ഞണ്ടും പിന്നെ 300 രൂപയുടെ അങ്ങനെ ഒരു 1000 രൂപയുടെ ഞണ്ട്, കിലോയ്ക്ക് 1000 രൂപ വിലയുള്ള ഞണ്ട് വരെ അതിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ മറ്റേ ചൂടൻ ചെമ്മീൻ ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സൈസൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പേര് അച്ചാറിടാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ചെമ്മീൻ ചൂടൻ ചെമ്മീനാണ്. ഈ കാണുന്ന സൈസിലുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ അച്ചാറിന് എന്ന് പറയുമ്പോൾ പല പ്രോസസ്സ് ഉണ്ട്. വേവിക്കണം, വറക്കണം, അങ്ങനെ പല പ്രോസസ്സിലൂടെ പോയി ആണ് അവസാനം അച്ചാറാവുന്നത്. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ ചെമ്മീൻ പൊടിയത്തില്ല. ആ ഒരു ഉറപ്പ് ഈ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈഗർ പ്രോൺസിൻ്റെ അവൈലബിലിറ്റി ഇന്ന് നമ്മുടെ കടയിൽ കൂടുതലായിരുന്നു. കണ്ടില്ലേ, ഓരോരോ ചേട്ടന്മാർ രാത്രി പിടിച്ചതും വെളുപ്പിന് പിടിച്ചതൊക്കെ ആയിട്ടുള്ള ചെമ്മീൻ ഞണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒരു ചേട്ടൻ കൊണ്ടുവന്ന ടൈഗർ പ്രോൺസ് ആണ്ടിരിക്കുകയാണ്. അതായത് ആ ചേട്ടന് മാത്രം കിട്ടിയ ടൈഗർ പ്രോൺസാണത് ഇന്നത്തെ ഈ ഒരു ദിവസം. പിന്നെ ആ ചേട്ടന് നല്ല വലിപ്പമുള്ളത് ഈ കാണുന്ന പോലത്തെ നാരങ്ങ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് കാരച്ചമീൻ ഉണ്ടായിരുന്നു. 30 ഗ്രാം, അതായത് 30 ഗ്രാം എന്ന് പറഞ്ഞാൽ 30 ഗ്രാം അല്ല 30 കൗണ്ട്. 30 കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 കിലോയിൽ 30 എണ്ണം വരുന്നുണ്ടായിരുന്നു, 1 കിലോയിൽ 20 എണ്ണം വരുന്നുണ്ടായിരുന്നു, 1 കിലോയിൽ 15 എണ്ണം വരുന്ന ടൈഗർ പ്രോൺസ് വരെ ഈ കാണുന്ന കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ നാരങ്ങ മീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സൈസ് നാരങ്ങ മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 380 രൂപയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടൈഗർ പ്രോൺസ് നമ്മൾ പുറത്ത് ഡിസ്പ്ലേക്ക് വെക്കാറില്ല, അകത്ത് ഈ കാണുന്ന പോലെ ബക്കറ്റുകൾ സൂക്ഷിക്കാറാണ് പതിവ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ടൈഗർ പ്രോൺസ്. പിന്നെ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് നമ്മുടെ ഇന്ന് കടയിൽ വിശേഷപ്പെട്ട ദിവസമായിട്ട് നമ്മുടെ കടയിൽ ജോലിക്ക് വരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയട്ടെ. നമ്മുടെ സീതമ്മ ചേച്ചി, അംബിക ചേച്ചി, വിൽശാൻറ്റി, ചാക്കോച്ചേട്ടൻ, ജോഷി പാപ്പൻ, സിദിൻ, പിന്നെ അങ്ങനെ പോളിച്ചേട്ടൻ, എല്ലാവരോടും പാഞ്ചുപാപ്പൻ, അങ്ങനെ എല്ലാവരോടും ഞാൻ നന്ദി പറയട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശേഷപ്പെട്ട ദിവസമായിട്ടും ആ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഉച്ച വരെ നമ്മുടെ കടയിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന പോലെ വിൽശാൻറ്റി പിലോപ്പി കട്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യണം. നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ.